ഹലോ ഗൈസ്, വെൽക്കം ടു ഗാസ്ട്രോണ്ടാർ മൂവി മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യുമ്പോൾ പടത്തിൻ്റെ പേര് ഓടും ബോൾസിനെ ചാടും കുതിര. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ഫഹദ് ഫാസിൽ, കല്യാണി ബ്രദേഴ്സിൻ്റെ എഴുതിപ്പിള്ള, ധ്യാൻ ശ്രീനിവാസൻ, സുധീർ കരിമന, അൽതാഫ് സലീം, ലാല്, ലക്ഷ്മി ഗോപാലസ്വാമി, സുരേഷ് കൃഷ്ണ, റാഫി, അൽതാഫ് സലീം, അൻഹ ജോബി, പിന്നെ ഇടവേള ബാബു, നോബി എന്നിവരൊക്കെയാണ്. പടത്തിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജസ്റ്റിൻ ബർഗീസാണ്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന അൽത്ത സലീമാണ്. റൈറ്റ് ചെയ്തിരിക്കുന്ന അദ്ദേഹവും പിന്നെ ജോബി കൂടിയാണ്. പടത്തെ സിനിമയുടെ ജിൻഡോ ജോർജ് എന്ന് പറയുന്നതാണ്. എഡിറ്റഡ് ബൈ അഭിനവ് സുന്ദർ നായക മീൻസ് മധുഗന്ധൻ ഉണ്ണി അസോസിയേറ്റ്സിൻ്റെ ഡയറക്ടറാണ്. അതേ സിനിമയുടെ എഡിറ്റർ അദ്ദേഹം തന്നെയായിരുന്നു. പടം എങ്ങനെ ചോദിച്ചത് ഒരു നോക്കിക്കും കൊള്ളില്ല, ബട്ട് ബെറ്റർ ദ ഹരിഹര വീരമല്ലു, കോഹ്ലി ആൻഡ് ദ ലൈഫ്. പടത്തിലെ പോസിറ്റീവ്സ് പറയാം. പോസിറ്റീവ്സ് വൈസ് നോക്കുകയാണെങ്കിൽ ആർട്ട് ചെയ്തവൻ ആരാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. സൂപ്പർബായിട്ട് ആർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലാലിൻ്റെ ക്യാരക്ടർ സൂപ്പർബാണ്. പിന്നെ ഇതിൽ രേവതി പിള്ള എന്ന് പറയുന്ന ഒരാൾ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ ഫ്ലാഷ് ബാക്ക് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട്. പിന്നെ ബിഗിനിങ്ങിൽ ഒരു കുതിരേനെ ആട്ടുന്നുണ്ട്. ആ കുതിരയുടെ ആയിട്ടുണ്ട്. വേറെ ഒന്നും എനിക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല സിനിമയിൽ. പടത്തിൽ പിന്നെ പാട്ട് ബിയും വിഷ്വൽസൊക്കെ നോക്കുകയാണെങ്കിൽ, എഡിറ്റിങ്ങൊക്കെ നോക്കുകയാണെങ്കിൽ എന്നൊക്കെ എങ്ങനെ അവർ സമ്മതിച്ചെന്ന് പോലും എനിക്ക് ഓർമ്മ വെച്ചു. അമ്മാതിരിക്കും മടി. എൻ്റെ പോലെ റൈറ്റിംഗ് ഒക്കെ കട്ട ഷോ വെറുതെ അല്ലേ പബ്ലിക് റിവ്യൂലൊക്കെ കോമയിലായി പോകുന്നു. അമ്മയിലൊക്കെ ഇട്ടത് പ്രീമിയറൊക്കെ അത് സംഭവം സത്യമാണ്. ഇത് കോമയിലായി പോകത്തില്ലെന്ന് ഭാഗ്യം. എൻ്റെ പൊന്നോട് എനിക്ക് ഉറക്കാൻ വരുന്നുണ്ടായിരുന്നു. സിനിമ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കാൻ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാൻ സഹിച്ചത് കണ്ട് നെറ്റ്ഫ്ലിക്സിൽ. എന്തായാലും ഫഹദൊക്കെ നിങ്ങൾക്കൊരു വലിയൊരു കംബാക്ക് ആവശ്യമുണ്ട്. എന്തായാലും അൽതാഫ് സലീമിൻ്റെ ഡയറക്ഷൻ തേറി വിളിക്കണം ഞാൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പടം മീൻസ് ഡയറക്റ്റ് ചെയ്ത പടം നണ്ടുകളുടെ നാട്ടിലെ ഒരിടവേള. ആ സിനിമയിൽ നായകൻ നിവിൻ പോളിയോ, നായക ഐശ്വര്യ ലക്ഷ്മി വരുന്ന സിനിമ. സ്റ്റോറി വൈസ് ആണെങ്കിലും കോമഡി ആണെങ്കിലും സ്ക്രീൻ പ്ലേ ആണെങ്കിലും അതൊക്കെ നല്ലൊരു സിനിമയായിരുന്നു. അത് വൈസൊക്കെ നോക്കുമ്പോൾ നല്ലൊരു പെർഫോമൻസ് വൈസ് ആണെങ്കിൽ നല്ലൊരു നൈസ് പടമായിരുന്നു. പക്ഷേ ഇതിൽ അത് കിട്ടുന്ന പോലും ക്യാമിയോസൊക്കെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ലക്ഷ്മി ഗോപാലസ്വാമി ആയിരിക്കട്ടെ, പിന്നെ എന്താ സലീം, പിന്നെ ശ്രീകാന്ത് കെട്ടിയാരുണ്ട് സിനിമയിൽ. പിന്നെ നോബി ആയിരിക്കട്ടെ, പിന്നെ പിന്നെ വേറെ ആളുടെ പേര് ഞാൻ മറന്നു. ഇവരൊക്കെ അവരുടെ ക്യാമിയോ ഒന്നും ഒട്ടും വർക്കാവണില്ല സിനിമയിൽ. അതിനുള്ള ഒരു റൈറ്റിംഗ് വരെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. റാഫിക്കയുടെ അവസ്ഥ ഇതൊക്കെയാണ് അവസ്ഥ. കറുത്ത് പറഞ്ഞാൽ എങ്ങനെ എന്തോ കഷായത്തിന് കയറി വന്നാണെന്നാണ് തോന്നിയത് അവരുടെ അഭിനയം കണ്ടിട്ട്. എനിക്ക് എപ്പോഴും ചിരിയാണ് തമ്മിൽ അമ്മാതിരി ഉളപ്പടം കേട്ട ഫ്രിഡ്സുകാരൊക്കെ എങ്ങനെ ഈ സിനിമയ്ക്ക് ഓട്ടിട്ട് റീസാൻസിനാവും. അല്ല പിന്നെ എന്തായാലും നെറ്റ്ഫ്ലിക്സ് രാമചന്ദ്രൻ ഒക്കെ ഫ്രിഡ്സ് കയറ്റിയിരുന്നെങ്കിൽ അതിനെങ്കിലും ഒരു കുറച്ചെങ്കിലും വരുവെപ്പ് കിട്ടിയിരുന്നടേ. 2 റേറ്റിലെങ്കിലും ആയാനടേ. പിന്നെ അത് വേറെ കാര്യമുണ്ട്, സിനിമ എല്ലാവർക്കും പിടിയുണ്ടായി ഇപ്പല്ല, അത് വേറെ പറ്റി. എനിക്ക് ആ സിനിമ തിയേറ്ററിൽ മീൻസ് 2022 മീൻസ് ആണ് കണ്ടതെങ്കിൽ എല്ലാം ഓർമ്മയുണ്ട്. അതിപ്പോൾ ആ സിനിമ എനിക്ക് ഇഷ്ടപ്പെടുന്നു പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണം. 22-ലാണ് 23 23 സോറി പറഞ്ഞായിരിക്കും. ഇപ്പോൾ 23 കണ്ടത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എനിക്ക് വീട്ടിൽ അപ്പോൾ എക്സ്പീരിയൻസ്. എനിക്ക് ആ സിനിമയുടെ സ്റ്റോറി വൈസൊക്കെ അത്യാവശ്യം ഇഷ്ടപ്പെടുന്നു. പക്ഷെ അതെല്ലാം കപ്പ് ഓഫ് ടീ അല്ല എന്ന് എനിക്ക് അപ്പം തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നത് വേറെ കാര്യം. അതുകൊണ്ട് നമ്മൾ അഞ്ചായിരിക്കും നല്ല കാലത്തേക്ക് ഇടണം. എന്തായാലും ഒരു
പറയാൻ പറഞ്ഞത് വിനയ് ഫോർട്ട് എൻ്റെ ക്യാരക്ടർ എന്തിനാന്ന് നേരെ ചോദിക്കുന്നു കേട്ടോ. അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ ആവശ്യമില്ലേ സിനിമയിൽ, എന്തിനാ പോകുന്നു എന്ന് മാത്രം തോന്നി. അയ്യോ, പിന്നെ ഒരുപാട് ആവശ്യമില്ലാത്ത സീൻസ് ഉണ്ട്. അതൊക്കെ പറയാനൊക്കെയാണെങ്കിൽ അല്ലെങ്കിൽ ഈ സിനിമ ഒരു ആവശ്യമില്ലാത്ത മാതിരിയാണ് ഫീൽ ചെയ്തത്. അല്ലെങ്കിലും എന്താ എന്നോട് ഒന്ന് സ്റ്റോറി മോശം, സ്ക്രീൻ പ്ലേ എല്ലായിട്ടും മോശം, ആക്ടിങ് വൈസ് നോക്കുമ്പോൾ ആകെ ലാല് മാത്രം മിന്നിച്ചിട്ടുണ്ട്. അല്ലാതെ വേറെ മിന്നിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് എനിക്ക് അറിയാൻ പോലും ഇല്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാനൊരു കാര്യം പറയാം, എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഓരിയിടാത്തതിന് റിവ്യൂ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് ഇരുന്ന് കാണാൻ ഞാൻ പറയാം, സബ്സ്ക്രൈബ് ചെയ്യുന്നു എന്തായാലും. കാരണം ഈ റിവ്യൂ കണ്ടിട്ട് നിങ്ങൾ എന്തായാലും എന്നെ ട്രോൾ ചെയ്യുന്ന രീതിയിൽ സിനിമ ഇഷ്ടപ്പെട്ടവർക്ക്, അല്ലാതെ ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തവർ എന്നെ പൊക്കിയും കൊണ്ട് പോയാൽ ചിലപ്പോൾ പൊക്കിയും കൊണ്ട് പോകാം, അല്ലെങ്കിൽ എൻ്റെ വ്യൂസ് കുറയുന്നവർ അത്രയും പേരുണ്ട്. അല്ല സബ്സ്ക്രൈബേഴ്സ് കൂടുന്നു വിചാരിച്ച് തലമുണ്ടാകും. ഞാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അത്രേ ഞാൻ പറയുള്ളൂ. എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ഓളെന്ന് പറയണം വെച്ചോളൂ, അതൊന്ന് മനസ്സിലാക്കുക. അപ്പം ബൈ ബൈ, ഡെൽറ്റ ബസ്കസ്.